എങ്ങനെയുണ്ട്? നല്ല വെറൈറ്റി അല്ലേ അഭിനയം. ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാരമൽ ഹാക്സ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാരമൽ ഹാക്സ് നമ്മള് കാരമൽ കേക്ക് കേട്ടിട്ടുണ്ടാവും, കാരമൽ കാൻഡി കേട്ടിട്ടുണ്ടാവും, കാരമൽ അതുപോലെ തന്നെ നമ്മുടെ കുക്കീസ് കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ഒരു ഇച്ചി വരുന്ന ഒരു സംഭവം കണ്ടില്ലേ, അതാണ് നമ്മുടെ കാരമൽ എന്ന് പറയുന്നത്. അതൊന്നുമല്ല, നമ്മുടെ ഷുഗർ തന്നെയാണ്, നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര ഇങ്ങനെ ചൂടാക്കി നമ്മുടെ കാരമൽ വരുന്നത്. അതിങ്ങനെ കുറച്ചൊരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോട്ടാ. അപ്പൊ ഇനി വേറെ വലുതൊക്കെയായി മാറും. പിന്നെ അത് ഭയങ്കര അപകടകരമായിട്ടുള്ള സംഭവമാണ്. കൈമിക്ക് ആയി കഴിഞ്ഞാൽ സാധാരണ വെള്ളം ആവണ പോലെയല്ല, ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പൊള്ളും, നല്ലോണം ചൂടായിട്ട് നല്ലോണം പൊള്ളും. അപ്പൊ ഇതൊക്കെ കാണുന്നവര് ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ മാത്രം ട്രൈ ചെയ്യുക, അവരുടെ കൂടെ മാത്രം കേട്ടാ. ഒറ്റയ്ക്ക് ആരും ചെയ്ത് നോക്കരുത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നാ ഭയങ്കര ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇത് കറക്റ്റ് ആയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര മനോഹരമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ട്രൈ ചെയ്യാൻ പോണത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ലാസ്റ്റ് വീഡിയോസ് കാണാതുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടോ. അപ്പൊ നമ്മള് വെനസ്ഡേ വീഡിയോ ഇട്ടിട്ടില്ല, ഭയങ്കര ബിസി ആയിരുന്നു, നമ്മുടെ ശബരിമലയ്ക്ക് പോയിരുന്നു അന്ന്, അതുകൊണ്ട് എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. പിന്നെ ശനിയാഴ്ച നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ അന്നും ഭയങ്കര ബിസി ആയിരുന്നു, കുറെ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ അങ്ങനെയൊക്കെ കുറെ ബിസി ആയിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ശനിയാഴ്ച വൈകിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ ഞായറാഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഭയങ്കര ഒരു ബിസി ഷെഡ്യൂൾ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാ. അപ്പോ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മള് കേക്കുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ പേരൊന്നും എനിക്ക് പറയാറില്ല. അപ്പൊ ഇത് തന്നെ ഒരു ഗോപുരം പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എടുക്കണം അവര്, അതിന്റെ മുകളിലേക്ക് ഇത് സംഭവം കാരമൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. അതിന് ശേഷം ഇത് അങ്ങനെ തന്നെ നമ്മുടെ ഈ ബട്ടർ പേപ്പർ ഒരു പാത്രത്തിന്റെ എന്തിനെങ്കിലും മുകളിലേക്ക് ഇങ്ങനെ ഇടാണ്, താഴ്ത്തി ഇങ്ങനെ ഇടാണ്. അപ്പൊ അതിങ്ങനെ കറക്റ്റ് ഒരു ഗോപുരം പോലെ ഷേപ്പിൽ ഒരു കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല രസമായിരിക്കും കേക്കിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഹാക്ക് നോക്കട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ഡിസൈൻ വന്നേക്കുന്നത്. അപ്പൊ അതെ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പൊ ഇതിലൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബട്ടർ പേപ്പറിൽ ബട്ടർ തേച്ചിട്ടാണ് അതിന്റെ മുകളിൽ ഇത് ഒഴിച്ചത്. അപ്പൊ എന്താ വെച്ചാൽ ആ ബട്ടർ പേപ്പർ നമുക്ക് ഇത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എനിക്കൊരു പേടി ഇതിന് എടുക്കാൻ ഇല്ല. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് അപ്പൊ തന്നെ എടുത്തു. അപ്പൊ വേഗം ഇതിങ്ങനെ വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ, വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇത് സംഭവം കുറച്ച് കട്ടിയുണ്ടെങ്കിലും ഇത് പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഒക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കാം. പക്ഷെ കറക്റ്റ് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളൊരു കേക്കിന് മുകളിൽ വെക്കുമ്പോൾ നമുക്ക് വലിയ കേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഇപ്പൊ പീസ് കേക്ക് ഉള്ളൂ. അതൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല വെറൈറ്റി ആയില്ലേ? മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. വീണുള്ളൂ, അപ്പോഴേക്കും ഇത് പൊട്ടി. കണ്ടോ? എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്നറിയോ? മൊത്തം പൊട്ടി. സാരില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ കേക്ക് ഡെക്കറേറ്റിങ്ങിനൊക്കെ കേക്ക് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുന്നേ ചെയ്ത് നോക്കണം. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ ഷുഗർ സിറപ്പിന്റെ കൺസിസ്റ്റൻസി, പിന്നെ അത് എത്ര നേരം കൊണ്ട് കട്ടിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കണ്ടോ? അപ്പോ ഹാൻഡിൽ വിത്ത് കെയർ. അപ്പൊ കണ്ടോ? വീണ വഴിക്ക് ഇത് പെട്ടായിരുന്നു, ഗ്ലാസ് പൊട്ടണ പോലെ പൊട്ടിപ്പോയത്. പക്ഷെ നമുക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ എന്താ പറയുക, കഴിക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ കക്കാൻ പാടില്ല. നമ്മൾ ആ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒഴിച്ച് അതിന് തീരുന്നില്ല. നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ബ്രൗൺ കളറാവും. അതാവാൻ പാടില്ല. നമ്മൾ കപ്പൊടിയുടെ കളറില്ല, ആ കളറാവാൻ പാടില്ല. അതിന്റെ ഇടയിലുള്ള ഒരു എന്താ പറയാ,
ഇടയിലത്തെ ഒരു ഗോൾഡൻ കളർ, ആ ഒരു കളറിലാവുമ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. ഇതിപ്പോ കറക്റ്റ് പാകാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും വളരെ സക്സസ്ഫുൾ ഹാക്കാണ്, ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ എന്തെങ്കിലും ഒരു സിലിക്കണിന്റെ ഷീറ്റ് അങ്ങോട്ട് കിട്ടും. സിലിക്കൺ തന്നെയല്ല പറയാം, സിലിക്ക. എപ്പോഴും എനിക്കത് കൺഫ്യൂഷനാണ്. അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി കാണിക്കാത്ത അടിയിൽ ആ ഷീറ്റ് കിട്ടും. അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, എത്ര ചൂടായാലും കുഴപ്പമില്ല. അപ്പൊ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ ബട്ടർ തേച്ചാലും കണ്ടെടുക്കുമ്പോൾ അതിനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ചില സമയത്ത്. നല്ലോണം ബട്ടർ തേക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ തേക്കുക. അപ്പൊ അത് സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വളരെ സുഖമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു ബട്ടർഫ്ലൈ ഡെക്കർ ഉണ്ടാക്കാൻ പോണത്. ഡെക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് ഡെക്കർ. അപ്പോ ഇവര് ഒരു ബട്ടർ പേപ്പർ എടുത്തേക്കാണ്. എന്നിട്ട് ഈ നമ്മുടെ കാരമൽ സിറപ്പ് ഇങ്ങനെ ഡിസൈനിൽ വരച്ച് കൊടുക്കുകയാണ്. അപ്പൊ നല്ലൊരു അടിപൊളി ബട്ടർഫ്ലൈനെ തന്നെ കിട്ടുന്നത്. അപ്പൊ കേക്ക് മിൽക്കൊക്കെ സൂപ്പർ ആയിരിക്കും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഹാക്ക് വെക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് വന്നിരിക്കണം. അപ്പൊ ഇതും സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇത്തിരി കനം കുറഞ്ഞ കാരണം അവിടെ ഇത്തിരി പൊട്ടി പോയിട്ടുണ്ട്. പക്ഷെ രണ്ടോ മൂന്നോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പൊ ചെറുതായിട്ടുള്ളൊരു പൊട്ടലൊക്കെ വരും. കാരണം ഇത് കണ്ട, ഇതൊരു ബട്ടർഫ്ലൈയുടെ ചിറകാണ് കേട്ടോ. കണ്ട, ഞാൻ കേക്കുമ്പോൾ വെച്ചിരുന്നെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചാലും കേക്ക് തണവ് കൂടിയിട്ടാന്ന് തോന്നിട്ട് മനുഷ്യനെ ചതിച്ചു. അത് വലിയ കേക്ക് എനിക്ക് പറ്റിയ ഡിസൈൻ അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് അത് പൊട്ടിപ്പോയത്. ഓക്കെ, ശരിക്ക് ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ കേക്കിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച പോലെ ഇല്ലേ, അതാ പറയണ. അപ്പൊ ഇതൊക്കെ സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഷുഗർ സിറപ്പ് ആയതിനു ശേഷം നമ്മൾ അപ്പം തന്നെ സ്പ്രെഡ് ചെയ്താൽ ശരിയാവില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴുകി വരണം. അങ്ങനെ എന്താ പറയാ, നൂൽപ്പരിവ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒഴുകി വരും. അതേപോലെ ആകുമ്പോഴേ നിങ്ങളത് വരച്ച കറക്റ്റ് ആവുള്ളൂ. അതിന് മുന്നായ കറക്റ്റ് സ്പ്രെഡ് ആവില്ല. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ഹാക്ക്. നമുക്ക് ഇതിന് ഒരു 10 മാർക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇരിക്കണ ഒരു ഇത്. അപ്പൊ കേക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു ബൗളാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീം ബൗൾ നമ്മൾ ഉണ്ടാക്കണം. ഐസ്ക്രീം, ഫ്രൂട്ട്സ് ബൗൾ, എന്ത് വേണമെങ്കിലും ഒരു കാരമൽ ബൗൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു ബലൂണിൽ വെള്ളം നിറച്ചേക്കാണ്. അത് കെട്ടിയിട്ട് എന്നിട്ട് ഒരു ബൗളിൽ എന്തിലെങ്കിലും ആ ബലൂൺ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി കാരമൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അത് എന്താ പറയാ, സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബലൂൺ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഊരിയെടുക്കാണ്. അപ്പൊ നല്ലൊരു ബൗളോട് നമുക്ക് കിട്ടുന്നത്. നല്ല രസം. നമുക്ക് ഐസ്ക്രീമൊക്കെ ഒരു ബൗളിൽ വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരമലും ഐസ്ക്രീമും കൂടിയിട്ട് അടിപൊളി നല്ലൊരു സൂപ്പർ ഉള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പോകട്ടോ, അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബൗള് നമ്മൾ ഉണ്ടാക്കിയത് വാട്ടർ ബലൂണിന്റെ മുകളിൽ. പക്ഷെ ഒരു പ്രശ്നം, അത് വാട്ടർ ബലൂൺ പൊട്ടിച്ചിട്ട് ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് ഭയങ്കര അതിസാഹസികമായിട്ടുള്ള ഒരു തരം. അവിടെയൊക്കെ വെള്ളം പോയി. ഞാൻ തുറന്നപ്പോ നോക്കി, അപ്പൊ ആ വെള്ളമായപ്പോ ഇത് പെട്ടെന്ന് അലിഞ്ഞു. ആ മോൾഭാഗം കുറച്ച് കട്ടി കുറവായിരുന്നു. അപ്പൊ ചെറുതായിട്ട് അലിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞത് മോൾഭാഗം അലിയാണ്ട് കിട്ടും, കട്ടിയുണ്ട് കണ്ട. ഈ ഭാഗമൊക്കെ കട്ടി കൂടുതലായ കാരണം കറക്റ്റ് ആയിട്ട് വന്നു. എന്നാലും അവർ പറഞ്ഞ പോലെ അവരുടെ ഹാക്ക് വളരെ സക്സസ്ഫുൾ ആണ്. 10 മാർക്ക് കൊടുക്കാവുന്ന ഹാക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിക്കൊണ്ടോ, എല്ലാതും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഫ്ലോപ്പ് ആയി പോണത് നമുക്ക്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ കേക്കിലൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ട്രയൽ തന്നെ റെഡി ആവുമെന്ന് വിചാരിക്കരുത്. ചിലവർ ശരിയാവും, ചിലവർ ശരിയാവില്ല. ഇപ്പൊ എന്റെ ശരിയായില്ല അതുപോലെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന്റെ ചാലഞ്ചസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്താ പറയുക, കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കണ്ട, ഇത് അലിഞ്ഞു പോയോണ്ടിരിക്കുകയാണ്. കണ്ട, ആ മോൾഭാഗം കട്ടിയില്ലാത്തത് മാത്രമാണ് ഇത് പൊട്ടിയത്. അല്ലെങ്കിൽ ഇത് വളരെ സക്സസ്ഫുൾ ഹാക്കാണ്. നമുക്ക് എന്നാലും കുഴപ്പമില്ല. ബൗളിലായാലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു കിണ്ണം, അയ്യോ അപ്പോഴും കണ്ട, ഒരു ചില്ലിന്റെ ബൗളാണെങ്കിൽ അതിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ എന്താ പറയുക, ഈ ഒരു ഇതിൽ നിന്ന് കഴിക്കുന്ന ഒരു എഫക്റ്റും വരും. നല്ല രസമായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഹാക്കായിരിക്കും. ഇത് നോക്കി, ഇതിന്റെ കളർ നോക്ക്, നല്ല ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര കയ്പാണ്. ഈ സംഭവം ഭയങ്കര കയ്പ്. ഞാൻ കാണിച്ചു തരാം. കഴിക്കാൻ പറ്റില്ല, അത്ര കയ്പാണ്.
എന്നാ ചെയ്ത് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതില് എന്താ പറയാ കൂടുതൽ കറക്റ്റ് ടൈം അറിയാത്തോണ്ട് കുറച്ച് ബ്രൗൺ കളർ കൂടിപ്പോയി. അപ്പൊ അതിന് കയ്പായി. രണ്ടാമത്തെ വട്ടം ചെയ്തു, അതും ഒരു ഹാക്ക് അങ്ങോട്ട് ചെയ്തപ്പോഴേക്കും അത് ശരിയായില്ലേ, ഷുഗറൊന്നും ശരിക്കറിഞ്ഞില്ല. മൂന്നാമത്തെ വട്ടം എനിക്ക് ചേട്ടനാ ചെയ്തത്. എന്റെ വിഷമം കണ്ടിട്ട് അതിലാണ് സക്സസ്ഫുൾ ആയിട്ട് എല്ലാതും വന്നത്. അപ്പൊ സൂപ്പറായി. അപ്പൊ ഇതിന് 10 മാർക്ക് കൊടുക്കാൻ നമുക്ക് മാർക്ക് ഇത്തിരി കുറച്ചാലും കുഴപ്പമില്ല. എന്നാലും നോക്കി ഒരു അടിപൊളി കിരീടം പോലത്തെ ഡിസൈൻ ആയാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മൾ കിളിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് കിളിയുടെ കൂട് കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചെറിയ എന്താ പറയാ, ഇങ്ങനെ വൈക്കോലിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നാരുകളൊക്കെ വെച്ചിട്ട് അതുപോലത്തെ നാര് വെച്ചുള്ള ഒരു കിളിക്കൂട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് കാരമൽ കൊണ്ട് ഇവര് ചെയ്യണതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേക്കണം. അതിന്റെ മുകളിൽ 2 ഈ മരത്തോണ്ടുള്ള ഒരു കയ്യിൽ വെച്ചേക്കാണ്. അതിനുശേഷം ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഈ കാരമൽ ഒരു ഫോർക്ക് വെച്ചിട്ട്. അപ്പൊ നല്ലൊരു കിളിക്കൂട് തന്നെ നമുക്ക് കിട്ടാണ്. അപ്പൊ ഒരു ഹാക്ക് നോക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കിളിക്കൂട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ഞാൻ രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ ആദ്യത്തെ വട്ടം ഉണ്ടാക്കിയത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നൂല് ഇങ്ങനെ ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ വട്ടം ഞാൻ അത് ഉണ്ടാക്കുമ്പോഴേക്കും അപ്പൊ ആവും എന്താ പറയാ, ഷുഗർ സിറപ്പ് കട്ടയായി പോവാണ് വേഗം. ഇത് എന്നിട്ട് രണ്ടാമത് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ്. എന്നാലും ഇത് സൂപ്പറായിട്ട് വരും. ഇതൊക്കെ സക്സസ്ഫുൾ ഹാക്കാണ്. നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാവുന്ന ഹാക്കാണ് ഈ ചില ബട്ടർഫ്ലൈ. ഇതിന് മുകളിൽ വീണല്ലോ. നോക്കിയേ, ഞാൻ കേക്കുമ്പോ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിട്ടാ, ഒരു ചെറിയ കിളിക്കൂട്. ഇതിപ്പോ ഈ ഒരു കേക്ക് പീസ് മാത്രമേ ഉള്ളൂ, വലിയ കേക്കില്. നോക്കി, കേക്കിന്റെ മുകളിൽ ഒരു ചെറിയ കിളിക്കൂട്. ആ കിളിക്കൂടിന്റെ അടുത്താണ് നമ്മുടെ ബട്ടർഫ്ലൈ പറന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അത് നല്ല രസമായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ. കേക്ക് ഡെക്കറേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രൈ ചെയ്തൊക്കെ സൂപ്പർ സക്സസ്ഫുൾ ആക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കുക, അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഹാക്സ് എന്ന് പറഞ്ഞാൽ കാരമൽ ഹാക്സ് കുറച്ച് ചാലഞ്ചിങ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. ഞാൻ മുന്നൊരു കാരമൽ ഉണ്ടാക്കി നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുഴപ്പമില്ലാണ്ട് സംഭവിച്ചു. കാരണം ഡിസൈൻ ഒന്നും ചെയ്യണ്ടല്ലോ, അത് വെറുതെ വെച്ചു കൊടുത്താൽ പോലെ. പക്ഷെ ഇത്തവണ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ ആണ് ഞാനിതൊക്കെ ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ട്രൈ ആയി പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 3 വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ട സംഭവം. 2 വട്ടം ഞാൻ ഉണ്ടാക്കി, 3ാമത്തെ വട്ടം ചേട്ടൻ ഉണ്ടാക്കി. അപ്പോഴാണ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നത്. പിന്നെ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് കുറെ വട്ടം ചെയ്തിട്ടാണ് ഇത് ശരിയായത്. പിന്നെ എന്താ പറയാ, ആ ബലൂണിന്റെ നമ്മുടെ അതില് ആ ബൗള് മാത്രമാണ് നമ്മൾ ഒറ്റ ട്രൈയിൽ ശരിയായത്. ബാക്കിയൊക്കെ ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് ശരിയായത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴും എന്താ പറയാ, എന്തെങ്കിലും കേക്കുമൊക്കെ വെക്കാനാണെങ്കിൽ നിങ്ങൾ മുന്നേ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയാ, ഇത് ഭയങ്കര ചൂടാണ്. കൈ മായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊള്ളൂട്ടെ, നമുക്ക് ഭയങ്കരമായിട്ട് പൊള്ളും. അത്രയും ചൂടാണത്. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് കരിയാണ്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണെപ്പോഴും ഉണ്ടായിരിക്കണം ഇളക്കുമ്പോഴൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. പിന്നത്തെ ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്ടായിരുന്നു. ബട്ടർ പേപ്പറിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ലോണം ബട്ടർ തേച്ചതിന് ശേഷം ചെയ്യുക. ബട്ടർ പേപ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ സിലിക്കന്റെ ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനൊന്ന് മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളും മേടിച്ചോ. കേക്കൊക്കെ ഉണ്ടാക്കുന്നവർ എന്തായാലും മേടിച്ചോളൂ കേട്ടോ. പിന്നെന്താ പറയണ്ടായിരുന്നേ, ഇതൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ചിലതൊക്കെ ഞാൻ രണ്ടാമത്തെ വട്ടം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി മേക്കപ്പ് ചെയ്ത് വരുമ്പോഴേക്കും സംഭവം അലിഞ്ഞു പോയി. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ റിസൾട്ട് ഭയങ്കര രസമായിട്ടുള്ള റിസൾട്ടാണ്. നല്ല സന്തോഷം നമുക്ക് തോന്നും. അത്ര അടിപൊളിയാണ് കാരമൽ ഹാക്സ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അച്ഛൻ്റെ അമ്മയുടെ കൂടെ മാത്രം ആരും ഒറ്റയ്ക്ക് ചെയ്യരുത്. ഭയങ്കര ചൂടുള്ള സംഭവമാണ്, പൊള്ളി പോകും നിങ്ങൾക്ക്. സൂപ്പർ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കില്ല വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയാ, അടിപൊളി കിട്ടില്ല കമന്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ നമ്മള് 70K ആവുമ്പോഴാണ്, കുറച്ച് നാളെ നമ്മൾ 70Kയിലേക്ക് ഇങ്ങനെ അടുത്തെടുത്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മള് എന്താ പറയാ, കൂടുതൽ ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ വരട്ടെ. അപ്പൊ വേറൊന്നും പറയാനില്ല. അപ്പൊ അടിപൊളി കിട്ടില്ല വീഡിയോസ് ആയി നമ്മൾ നെക്സ്റ്റ് ടൈം കാണാൻ. ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.